എക്സിറ്റ് പോൾ ഫലങ്ങൾ നമുക്ക് വരുന്നുണ്ട്. മാട്രിക്സിന്റെ എക്സിറ്റ് പോൾ ഫലപ്രകാരം ബിജെപിക്ക് 35 മുതൽ 40 സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത്. കോൺഗ്രസ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംപൂജ്യരായിരുന്നു. പക്ഷേ 0 മുതൽ 1 സീറ്റ് വരെ കോൺഗ്രസ് നേടിയേക്കാം. അതിലപ്പുറം വലിയൊരു തിരിച്ചുവരവ് കോൺഗ്രസിന്റെ മാട്രിക്സ് പ്രവചിക്കുന്നില്ല എന്നതാണ്. AAP 60 സീറ്റുകൾ വരെ 60-ലധികം സീറ്റുകൾ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേടിയ AAP 32 മുതൽ 37 സീറ്റിലേക്ക് ചുരുങ്ങുമെന്നും മാട്രിക്സ് പ്രവചനം നടത്തുകയാണ്. വിവരങ്ങളുമായി തൗഫീഖ് അസ്ലം ചേരുന്നുണ്ട്. തൗഫീഖ്, എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഇപ്പോൾ മാട്രിക്സിന്റെ എക്സിറ്റ് പോൾ ഫലപ്രകാരം എന്താണ് വിലയിരുത്തേണ്ടത്? ദിവ്യ, മാട്രിക്സ് പറയുന്നതനുസരിച്ചാണെങ്കിൽ BJPക്കാണ് ഡൽഹിയിൽ മുൻതൂക്കമെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 35 മുതൽ 40 സീറ്റ് വരെ BJP ഇത്തവണ ഡൽഹിയിൽ നേടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. അത് അതേസമയം ആം ആദ്മി പാർട്ടി 32 മുതൽ 37 സീറ്റുകൾ നേടുമെന്നും പറയുന്നുണ്ട്. കോൺഗ്രസ് കേവലം 1 സീറ്റ് നേടിയാലായി എന്നാണ് മാട്രിക്സ് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. അതേസമയം ടൈംസ് നൌവിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അതും ഈ മാട്രിക്സിന് സമീപമായിട്ടല്ലെങ്കിൽ അതിനോട് കിടപിടിക്കുന്ന തരത്തിലാണ് അവരുടെ എക്സിറ്റ് പോളുകൾ. 39 മുതൽ 45 സീറ്റ് വരെ BJP നേടും എന്നാണ് പറയുന്നത്. ആം ആദ്മി പാർട്ടി 22 മുതൽ 31 സീറ്റുമെന്ന് കൂടി ടൈംസ് നൌ പറയുന്നുണ്ട്. ടൈംസ് നൌ കോൺഗ്രസിന്റെ 2 സീറ്റ് ഒരു സാധ്യതയായി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കൂടുതൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇനിയിപ്പോൾ പുറത്തു വരേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏകദേശം കൃത്യമായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ വിജയം കഴിഞ്ഞ തവണ എക്സിറ്റ് പോൾ ഫലങ്ങൾ 2020 പ്രവചിക്കുകയും അതിന് സമാനമായിട്ട് തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരികയും ചെയ്തത്. നിലവിൽ 2 എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ രണ്ടിലും ഇപ്പോൾ BJPക്ക് മുൻതൂക്കമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി ഇനിയിപ്പോൾ പുറത്തു വരാനുണ്ട്. ഇന്ത്യ ടുഡേയും ചാണക്യയുടെയും എല്ലാം എക്സിറ്റ് പോൾ ഫലങ്ങൾ വരാനുണ്ട്. അതുകൂടി വന്നാൽ മാത്രമേ അതിലൊരു കൃത്യത നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകമായിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളല്ല നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. BJPക്ക് അനുകൂലമായ ഒരു തരംഗം തന്നെയാണ് ഡൽഹിയിൽ ആഞ്ഞടിച്ചത് എന്നല്ലേ ഈ പ്രവചനങ്ങൾ പറഞ്ഞു തരുന്നത്? നിലവിൽ വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം BJP വലിയ രീതിയിലുള്ള പ്രചാരണവുമായി മുന്നോട്ട് പോയിരുന്നു. ഡൽഹിയിൽ BJP പ്രവർത്തകർ ഉൾപ്പെടെ അവരുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള ആളുകളെ വിവിധ മണ്ഡലങ്ങളിൽ ദിവസങ്ങളോളം പ്രചരണം നടത്തുകയായിരുന്നു BJP. അതനുസരിച്ച് BJP ആ സമയം തന്നെ വലിയ രീതിയിലുള്ള പ്രതീക്ഷ BJPക്ക് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള കേസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമായിരുന്നു BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതെല്ലാം വോട്ടായി മാറുമെന്ന വലിയ പ്രതീക്ഷ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. എന്നാൽ ആം ആദ്മി പാർട്ടി അതൊന്നും വലിയ രീതിയിൽ രാഷ്ട്രീയമായി അതൊന്നും ഏൽക്കില്ല, അതൊന്നും തങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയായിരുന്നു ആം ആദ്മി പാർട്ടിയും ഉണ്ടായിരുന്നത്. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തതിനപ്പുറത്തേക്ക് കണക്കുകൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം 35 മുതൽ 40 സീറ്റ് വരെ BJP നേടുമെന്ന് പറയുമ്പോൾ അത് വലിയൊരു വിജയം BJPക്ക് സമ്മാനിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ 2020 തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ BJPക്ക് 8 സീറ്റാണ് BJPക്ക് ഡൽഹിയിൽ നേടാനായത്. ബാക്കി എല്ലാ സീറ്റുകളിലേക്കും ആം ആദ്മി പാർട്ടി വലിയ രീതിയിലുള്ള വിജയം ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ എക്സിറ്റ് പോൾ അതിന് സമാനമായിട്ട് തന്നെയായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വന്നത്. എക്സിറ്റ് പോളിന് അടുത്ത് വരുന്ന കണക്കുകൾ തന്നെയായിരുന്നു ഫലം പുറത്തു വന്നപ്പോൾ